ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് കനുപ്രിയയിലെ മഞ്ജരി പരിണയിലെ എല്ലാ ഗീതുകളുമാണ്. മഞ്ജരി പരിണയിലെ 3 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആമ്ര ബോർക്ക ഗീത്, പിന്നെ ആമ്ര ബോർക്ക അർത്ഥ്, തും മേരെ കോൻ ഹോ. ഇങ്ങനെ 3 പാർട്സ് ആണ് ഉള്ളത്. അത് 3ഉം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആമ്ര ബോർക്ക ഗീത് നോക്കാം. आम्र बोर എന്ന് വെച്ചാൽ മാമ്പൂവ്. यह जो मैं कभी कभी चरम साक्षात्कार के क्षणों में बिल्कुल जड़ और निस्पंद हो जाती हूँ, इसका मर्म तुम समझते क्यों नहीं सावरे. അപ്പോൾ രാധ പറയാണ്, ഞാൻ കബി കബി പലപ്പോഴും അല്ലെങ്കിൽ ചില സമയത്ത് ചരം സാക്ഷാത്കാർ കെ ക്ഷണോമേ, ചരം സാക്ഷാത്കാരത്തിൻ്റെ ക്ഷണങ്ങളിൽ, നിമിഷങ്ങളിൽ, ബിൽക്കുൽ ജഡ് ഓർ നിസ്പന്ദ ഹോ ജാത്തി ഹൂം, പലപ്പോഴും ഒരു ജഡം പോലെ, ജീവനില്ലാത്ത ഒരു വ്യക്തിയെ പോലെയായി മാറാറുണ്ട്. ഇസ്ക മർമ്മ തും സമജ്തേ ക്യോ നഹി സാവരെ, ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നീ എന്താണ് മനസ്സിലാക്കാത്തത് കൃഷ്ണ. तुम्हारी जन्म जन्मांतर की रहस्यमयी ലീല की ഏകാന്ത സംഗിനി മേ, നിന്റെ ജന്മങ്ങളായിട്ടുള്ള രഹസ്യമയി ലീല, രഹസ്യമായിട്ടുള്ള ലീലകളുടെ ഏകാന്ത സംഗിനി മേ, ഒരേ ഒരു സംഗിനി, കൂടെയുള്ള ആൾ ഞാൻ മാത്രമാണ്. ഇൻ ക്ഷണോ മേ അകസ്മാത് തുംസെ പൃഥക് നഹി ഹോ ജാതി മേരെ പ്രാൺ, ഈ നിമിഷങ്ങളിൽ പെട്ടെന്ന് നീയുമായിട്ട് ഒരു അകൽച്ച വരുത്തുന്നതല്ല. തും യേ ക്യോ നഹി സമജ് പാത്തെ കി ലാജ് സിർഫ് ജിസ്മ കി നഹി ഹോത്തി മൻ കി ബി ഹോത്തി ഹെ. തും യേ ക്യോ നഹി സമജ് പാത്തെ, നിനക്ക് എന്താണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തത്? ലാജ് നാണം, സിർഫ് ജിസ്മ കി നഹി ശരീരത്തിന് മാത്രമല്ല ഉള്ളത്, മൻ കി ബി ഹോത്തി ഹെ മനസ്സിനും ഉണ്ട്. ഏക് മധുർ ബൈ ഏക് അഞ്ജാന സംശയ്, ഒരു മധുരമുള്ള ഭയം, ഒരു അറിയാത്ത, അഞ്ജാന എന്ന് പറഞ്ഞാൽ അറിയാത്ത അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംശയം. ഏക് ആഗ്രഹ ഭര ഗോപൻ, ഒരു ആഗ്രഹം നിറഞ്ഞിട്ടുള്ള ഗോപൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്യുന്ന പ്ലേസ് അല്ലെങ്കിൽ ഒരു മറ. ഏക് നിർവ്യാഖ്യ വേദന ഉദാസി, ഒരു പറയാൻ പറ്റാത്ത തരം വേദന, ഉദാസി വിഷമം. ജോ മുझे ബാർ ബാർ ചരം സുഖ് കെ ക്ഷണോ മേ ഭി അഭിഭൂത് കർ ലേത്തി ഹെ, അത് പലപ്പോഴും അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ചരം സുഖിന്റെ നിമിഷങ്ങളിലും എന്നെ കവർ ചെയ്യുന്നു. ഭയ് സംശയ് ഗോപൻ ഉദാസി, ഭയം, സംശയം, ആ ഒരു മറ, അതുപോലെ തന്നെ വിഷമം. ये सभी ढीठ चंचल सरचड़ी सहेलियों की तरह मुझे घेर लेती है. ഇതെല്ലാം തന്നെ ढीठ ചഞ്ചൽ സർച്ചടി, ചഞ്ചലമായിട്ടുള്ള, ढीठ എന്ന് പറഞ്ഞാൽ വാശിയുള്ള, അതേപോലെ തന്നെ സർച്ചടി സഹേലിയോं की तरह, ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കൂട്ടുകാരിയെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരികളെ പോലെ എന്നെ വന്ന് ചുറ്റുന്നു. ഘേർ ലേനാന്ന് വെച്ചാൽ ചുറ്റുക. और मैं कितना चाहकर भी तुम्हारे पास ठीक उसी समय नहीं पहुंच पाती जब आम्र मंजरियों के नीचे अपनी बांसुरी में मेरा नाम भरकर तुम बुलाते हो. ഇപ്പൊ പറയാണ്, ഈ ഭയ്, സംശയ്, ഗോപൻ, ഉദാസി, ഇതുപോലെയുള്ള വാശിയുള്ള കൂട്ടുകാരികളെ പോലെ ഇവ എന്നെ വന്ന് ചുറ്റുമ്പോൾ, और मैं कितना चाह कर भी तुम्हारे पास ठीक उसी समय नहीं पहुंच पाती. അങ്ങനെ വരുമ്പോൾ ഞാൻ എത്ര ആഗ്രഹിച്ചാൽ കൂടി എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നിന്റെ അടുത്ത് എത്താനായിട്ട് പറ്റില്ല. जब आम्र मंजरियों के नीचे अपनी बांसुरी में मेरा नाम भरकर तुम बुलाते हो. ആമ്രമഞ്ജരിയും കെ നീച്ചെ, ഈ മാമ്പൂക്കളുടെ താഴെ നിന്ന് നിന്റെ ആ ഓടക്കുഴൽ നാദത്തിൽ എൻ്റെ പേര് ചേർത്ത് വിളിക്കുന്ന ആ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് നിന്റെ അടുത്ത് എത്താനായിട്ട് കഴിയാറില്ല. उस दिन तुम उस बौर लदे आम की झुकी डालियों से टिके कितनी देर मुझे वंशी से टेरते रहे. उस दिन तुम,
അന്ന് നീ ഉസ് ബോർ ലദേ ആം കി ഝുക്കി ഡാലിയോ സെ ടിക്കെ, ആ പൂവിട്ടിട്ടുള്ള മാവിന്റെ ഡാലികൾ, ആ കൊമ്പുകൾ അല്ലെങ്കിൽ ആ ബ്രാഞ്ചസിനോട് ചാരി നിന്നിട്ട് എത്രയോ സമയം മുझे വൻഷി സെ ടേർത്തെ രഹേ. വൻഷി എന്ന് പറഞ്ഞാലും ഓടക്കുഴലാണ്, ബാസുരി എന്ന് പറയുന്നതും ഓടക്കുഴലാണ്. അപ്പം ഓടക്കുഴൽ നാദം വഴി എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഢൽത്തെ സൂരജ് കി ഉദാസ് കാംതി കിരണേ, അസ്തമിക്കുന്ന സൂര്യന്റെ ഉദാസ്, വിഷമിച്ചിട്ടുള്ള കാംതി, വിറയ്ക്കുന്ന കിരണങ്ങൾ. തുമ്ഹാരെ മാഥെ കെ മോർ പംഖോ സെ ബേബസ് വിദാ മാംഗ്നെ ലഗി, मैं नहीं आई. തുമ്ഹാരെ മാഥെ, മാഥ എന്ന് വെച്ചാൽ ഫോർഹെഡ്, നെറ്റി, നിന്റെ നെറ്റിയിലുള്ള ആ മോർപങ്ക്, മോർ എന്ന് വെച്ചാൽ എന്താണ്, മയിലാണ്. മോർപങ്ക് മയിൽപീലി, നിന്റെ നെറ്റിയിലുള്ള മയിൽപീലികളെ തട്ടി അതിനോട് വിദാ മാംഗ്നെ ലഗി. വിദാ മാംഗ്ന എന്ന് വെച്ചാൽ ബായ് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. മേ നഹി ആയി, ഞാൻ വന്നില്ല. അപ്പൊ അതായത് കൃഷ്ണൻ കുറേ സമയം ആ പൂവിട്ടിട്ടുള്ള മാവിന്റെ ബ്രാഞ്ചസിൽ ചാരി നിന്ന് ഓടക്കുഴൽ നാദം മുഴക്കിക്കൊണ്ട് രാധയെ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ സൂര്യൻ അസ്തമിക്കുന്ന സമയമായിട്ട് പോലും രാധ കൃഷ്ണന്റെ അടുത്ത് എത്തിയില്ല. ഗായേ കുച്ച് ക്ഷൺ തുമ്ഹേ അപ്നി ഭോലി ആഖോं से मुंह उठाए देखती रही और फिर धीरे धीरे नंदगांव की पगडंडी पर बिना तुम्हारे अपने आप मुड़ गई. मैं नहीं आई. അപ്പോൾ ഇനി അടുത്തത്, സൂര്യൻ എങ്ങനെയാണോ ബായ് പറഞ്ഞു പോയി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗായേം, പശുക്കള്, കുച്ച് ക്ഷൺ, കുറച്ചു സമയം, അവരുടെ ഭോലി ആഖോസെ, അതായത് അവരുടെ നിഷ്കളങ്കമായ കണ്ണുകളോടെ കുറച്ചു സമയം നിന്നെ നോക്കി നിന്നു. എന്നിട്ട് മൂ ഉഠായെ ദേഖ്തി രഹി और फिर धीरे धीरे നന്ദ്ഗാവ് की പഗ്ഡണ്ഡി पर, അതിനുശേഷം ധീരെ ധീരെ, വളരെ പതുക്കെ, നന്ദ്ഗാവിലേക്കുള്ള പഗ്ഡണ്ഡി, ആ ഒരു നന്ദ്ഗാവ് എന്ന് പറഞ്ഞ ആ ഗ്രാമം, ആ ഗ്രാമത്തിലേക്കുള്ള ചെറിയ വഴി, ആ വഴിയിനാണ് പഗ്ഡണ്ഡി എന്ന് പറയുന്നത്. ആ പഗ്ഡണ്ഡിയിലൂടെ ബിനാ തുമ്ഹാരെ, നീ ഇല്ലാതെ തന്നെ, അപ്നെ ആപ് മുടുകയി, ആ വഴിയിലൂടെ നടന്നുപോയി. മേ നഹി ആയി, അപ്പോഴും ഞാൻ വന്നില്ല. यमुना के घाट पर मछुओं ने अपनी नावें बांध दी और कंधों पर पतवारें रख चले गए. मैं नहीं आई. യമുനയുടെ തീരത്ത് മച്ചുവേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഷർമാൻ, മീൻപിടുത്തക്കാര്, അവരുടെ വഞ്ചികള് കെട്ടിയിട്ടിട്ട് കന്തോ പർ പത്വാരെ രഖേ, അതായത് അവരുടെ ഷോൾഡേഴ്സിൽ ആ തോണിയുടെ തുഴ അത് എടുത്തു വെച്ചിട്ട് അവരും പോയി. മേ നഹി ആയി, ഞാൻ അപ്പോഴും വന്നില്ല. तुमने वंशी होठों से हटा ली थी और उदास मौन तुम आम्र वृक्ष की जड़ों से टिक कर बैठ गए थे. നീ നിന്റെ ചുണ്ടുകളിൽ നിന്നും, ഹോട്ട് എന്ന് വെച്ചാൽ എന്താണ്, ചുണ്ടുകൾ, ചുണ്ടുകളിൽ നിന്നും ആ വൻഷി, ഓടക്കുഴൽ മാറ്റിവെച്ചു. ഓർ ഉദാസ് മൗൻ, വിഷമിച്ച് മൗനമായിട്ട്, തും ആമ്ര വൃക്ഷ കി ജഡോ സെ ടിക്കർ ബാറ്റ് ഗയേ ഥേ, ഈ മാവിന്റെ വേരുകളോട് ചേർന്ന് നീ ഇരുന്നു. और बैठे रहे बैठे रहे बैठे रहे. मैं नहीं आई, നീ അങ്ങനെ തന്നെ ഇരുന്നു, ഞാൻ വന്നില്ല. नहीं आई नहीं आई. तुम अंत में उठे, एक झुकी डाल पर खिला एक बौर तुमने तोड़ा. നീ അവസാനം എഴുന്നേറ്റു. ഏക് ഝുക്കി ഡാൽ പർ, ഝുക്കി എന്ന് വെച്ചാൽ എന്താണ്, താഴ്ന്നിട്ടുള്ള, ഒരു താഴ്ന്നു നിൽക്കുന്ന കൊമ്പിലെ, ഖില ഏക് ബോർ തുമ്നെ തോട, അങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ആ ബ്രാഞ്ചില് വിരിഞ്ഞു നിന്നിരുന്ന, ഖില, വിരിഞ്ഞു നിന്നിരുന്ന ഒരു മാമ്പൂവ് നീ പൊട്ടിച്ചു. ഓർ ധീരെ ധീരെ ചൽ ദിയെ, പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി. അൻമനെ തുമ്ഹാരെ പാവ് പഗ്ഡണ്ഡി पर चल रहे थे पर जानते हो तुम्हारे अनजान में ही तुम्हारी उंगलियां क्या कर रही थी. അൻമനെ തുമ്ഹാരെ പാവ്, അതായത് മനസ്സില്ലാ മനസ്സോടെ നിന്റെ കാലുകൾ, പഗ്ഡണ്ഡി पर चल रहे थे, ആ ഇടവഴിയിലൂടെ നടക്കുകയായിരുന്നു. पर जानते हो तुम्हारे अनजान में ही, പക്ഷെ നിനക്കറിയുമോ, നീ അറിയാതെ തന്നെ, തുമ്ഹാരി ഉംഗ്ലിയാ ക്യാ കർ രഹി थी, നിന്റെ വിരലുകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. വേ ഉസ് ആമ്ര മഞ്ജരി കോ ചൂർ ചൂർ കർ ശ്യാമൽ വൻ ഘാസോ മേ ബിछी उस मांग सी उजली पगडंडी पर
बिखेर रहे थे। वे उस ആമ്രമഞ്ജരി, ആമ്രമഞ്ജരി എന്താണ്? മാമ്പൂവ്. ആ മാമ്പൂക്കളെ ചൂർ ചൂർക്കർ, വളരെ പൊടി പൊടിയാക്കിയിട്ട് ശ്യാമൽ വൻഘാസോ മേ ബിച്ചി ഉസ് മാങ് സി ഉജ്ലി പഗഡണ്ടി പർ ബിഖേർ രഹേ ഥേ. ഈ മാങ്ക് എന്ന് പറയുന്നത് സ്ത്രീകള് സിന്ദൂരം ഇടുന്ന നെറ്റിയുടെ ആ ഭാഗത്തിനെയാണ്. രാധയുടെ സങ്കല്പത്തില് കൃഷ്ണൻ നടക്കുന്ന ഈ പഗഡണ്ടി രാധയുടെ മാങ്കാണ്, സിന്ദൂരം ഇടുന്ന ആ ഭാഗമാണ്. അപ്പോ രാധ പറയാണ്, നീ മനസ്സില്ലാ മനസ്സോടെ ആ ഒരു പഗഡണ്ടിയിലൂടെ നടക്കുന്ന സമയത്ത് നീ അറിയാതെ തന്നെ എന്റെ മാങ്ക് ആവുന്ന ആ ഒരു പഗഡണ്ടി, ആ വഴിയില് ആമ്രമഞ്ജരി ആകുന്ന സിന്ദൂരം സ്പ്രെഡ് ചെയ്യായിരുന്നു, നിറയ്ക്കുകയായിരുന്നു. ബിഖേർന എന്ന് വെച്ചാൽ സ്കാറ്റർ ചെയ്യാന്നാണ്. കൃഷ്ണൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഈ ആമ്രമഞ്ജരി കയ്യിലിട്ട് പൊടിച്ചിട്ട് വഴിയിലിട്ടിട്ട് നടന്നു പോവാണ്. പക്ഷെ രാധയ്ക്ക് തോന്നുന്നത് ആ പകിടണ്ടി രാധയുടെ മാങ്കാണ്, അവിടെ കൃഷ്ണൻ സിന്ദൂരം ഇടുകയാണ് എന്നാണ് തോന്നുന്നത്. യ തുമ്നെ ക്യാ കിയാ പ്രിയ, ക്യാ അപ്നെ അൻജാനെ മേ ഹി ഉസ് ആം കെ ബോർ സെ മേരി ക്വാരി ഉജ്ലി പവിത്ര മാങ് ഭർ രഹേ ഥേ സാവ്രെ. നേരത്തെ പറഞ്ഞ സെയിം മീനിങ് ആണ് വരുന്നത്. നീ എന്താണ് ചെയ്തത് പ്രിയനെ? ക്യാ അപ്നെ അൻജാനെ മേ ഹി ഉസ് ആം കെ ബോർ സെ മേരി ക്വാരി ഉജ്ലി പവിത്ര മാങ് ഭർ രഹേ ഥേ സാവ്രെ. അറിയാതെ തന്നെ നീ ആ ആമ്ര ബോർ കൊണ്ട് എന്റെ പവിത്രമായിട്ടുള്ള ആ ഒരു മാങ് നീ നിറയ്ക്കുകയായിരുന്നു സാവ്രെ. पर मुझे देखो कि मैं उस समय भी तो माथा नीचा कर इस अलौकिक सुहाग से प्रदीप्त होकर माथे पर पल्ला डालकर झुककर तुम्हारी चरण धूलि लेकर तुम्हें प्रणाम करने नहीं आई. അപ്പൊ രാധ പറയാണ്, രാധ കുറ്റബോധത്തോടെ പറയാണ്, पर मुझे देखो कि मैं उस समय, പക്ഷെ എന്നെ നോക്കൂ, ഞാൻ ആ സമയത്തും മാഥാ നീച്ചാ കർ ഇസ് അലൗകിക് സുഹാഗ് സെ പ്രദീപ്ത് ഹോക്കർ, തല കുനിച്ചുകൊണ്ട് ഈ അലൗകികമായ സുഹാഗ് എന്ന് വെച്ചാൽ വരനിൽ നിന്നും പ്രദീപ്തമായിക്കൊണ്ട് മാഥേ പർ പല്ല ഡാൽക്കർ, നെറ്റിയില് പല്ല സാരി തല ഇട്ടുകൊണ്ട് ജുക്കർ തുമ്ഹാരി ചരൺ ധൂലി ലേക്കർ, കുനിഞ്ഞുകൊണ്ട് നിന്റെ ചരൺ ധൂലി ലേനാന്ന് പറഞ്ഞാല് അനുഗ്രഹം വാങ്ങിക്കാൻ നമ്മള് കാല് തൊട്ട് വന്ദിക്കില്ലേ, അങ്ങനെ ചെയ്യാതെ തുമ്ഹെ പ്രണാം കർണെ നെഹിയായി, ഇതെല്ലാം ചെയ്യാനായിട്ട്, നിന്നെ പ്രണമിക്കാനായിട്ട് ഞാൻ വന്നില്ല. നീ അറിയാതെ എന്റെ മാങ്കാവുന്ന പകിടണ്ടിയിലെ സിന്ദൂരമാകുന്ന ആ ഒരു ആമ്ര ബോർ കൊണ്ട് നിറച്ചപ്പോഴും നിന്നെ പ്രണമിക്കാൻ വേണ്ടി ഞാൻ വന്നില്ല എന്നാണ് രാധ പറയുന്നത്. पर मेरे प्राण यह क्यों भूल जाते हो कि मैं वही बावली लड़की हूं ना, जो कदम्ब के नीचे बैठकर जब तुम पोई की जंगली लतरों के पके फलों को तोड़कर मसलकर उनकी लाली से मेरे पाँवों को महावर रचने के लिए अपनी गोद में रखते हो तो मैं लाज से धनुष की तरह दोहरी हो जाती हूँ. अपो मेरे प्राण यह क्यों भूल जाते हो कि मैं वही ബാവ്ലി ലഡ്കി ഹൂം, എന്റെ പ്രിയനെ നീ എന്താണ് ഇത് മറക്കുന്നത്? ഞാൻ അതേ ബാവ്ലി, ആ ക്രേസി ആയിട്ടുള്ള പെൺകുട്ടി തന്നെയാണ്. ജോ കദംബ് കെ നീച്ചെ ബാഡ്കർ, ആ കദംബ വൃക്ഷത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് ജബ് തും പോയി കി ജംഗ്ലി ലത്തറോ കെ പക്കെ ഫലോ കോ തോഡ്കർ, നീ പോയിക്ക് പക്കേ ലത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് കാട്ടിലുണ്ടാവുന്ന ഒരു തരം ചെടി, ആ ചെടിയിലെ ഫൽ എന്താണ്? ഫ്രൂട്ട്. ആ ഫ്രൂട്ട് എടുത്തുകൊണ്ട് തോഡ്കർ, അത് പൊട്ടിച്ചുകൊണ്ട് മസൽക്കർ, അതിനെ ക്രഷ് ചെയ്തുകൊണ്ട് ഉൻകി ലാലി സേ, അതിന്റെ ആ റെഡ് കളറ് ഉപയോഗിച്ചിട്ട് മേരെ പാവോ കോ മഹാവർ രചനെ കെ ലിയേ അപ്നി ഗോദ് മേ രക്തേ ഹോ, എന്റെ കാലിൽ മഹാവർ എന്ന് പറഞ്ഞാലും ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാവഗ്, ആ റെഡ് കളറിൽ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഒക്കെ കാലുമേ ഡിസൈൻ ചെയ്യുന്ന ഒരു റെഡ് കളറിലുള്ള ഒരു സംഭവം ഉണ്ട്, അതിനെയാണ് മഹാവർ എന്ന് പറയുന്നത്. അങ്ങനെ മഹാവർ വരയ്ക്കാനായിട്ട് നിന്റെ ഗോദ് മേ രക്തേ ഹോ, മടിയിൽ വെക്കുമ്പോൾ तो मैं लाज से धनुष की तरह दोहरी हो जाती हूँ, ഞാൻ നാണം കൊണ്ട് ധനുഷ് പോലെ, ധനുഷ് എന്താണ്? വില്ല്, ആ അമ്പും വില്ലുമില്ലേ, അതിന്റെ ആ വില്ല് പോലെ ഞാൻ രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. और अपने पाँव पूरे बल से समेटकर
खींच लेती हूँ. അപ്പോൾ ഞാൻ എൻ്റെ കാലുകൾ പൂർവാധികം ശക്തിയോടെ खींच लेती हूँ, വലിച്ച് പുറകോട്ട് മാറ്റും. अपनी दोनों बाहों में अपने घुटने कस मुंह फेर कर निश्चल बैठ जाती हूँ. എൻ്റെ രണ്ട് കൈകൾ കൊണ്ട് എൻ്റെ കാൽമുട്ടുകളെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കില്ലേ, കാല് മുകളിലേക്ക് വെച്ചിട്ട് രണ്ട് കൈകൾ കൊണ്ട് കവർ ചെയ്തിട്ടിരിക്കില്ലേ, അങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്. രാധ അങ്ങനെയാണ്, അങ്ങനെ നിശ്ചലമായിട്ട് രാധ ഇരിക്കും. पर शाम को जब घर आती हूँ तो निवृत्त एकांत में दीपक के मंद आलोक में अपने उन्हीं चरणों को. പക്ഷേ ഈവനിങ്ങിന് വീട്ടിലോട്ട് വരുമ്പോൾ നിവൃത്ത് ഏകാന്ത് മേ, ആ ഒരു ഏകാന്തതയില് ദീപക് കെ മന്ദ് ആലോക് മേ, ഒരു ചിരാതിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അപ്നെ ഉൻഹി ചരണോക്കോ, എന്റെ അതേ കാലുകളെ ആ പലക് നിഹാർത്തി ഹൂ, കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കും. ബാവ്ലി സി ഉൻഹെ ബാർ ബാർ പ്യാർ കർത്തി ഹൂ, ഒരു ഭ്രാന്തിയെ പോലെ, ഒരു ക്രേസി ആയിട്ടുള്ള ആളെ പോലെ ആ കാലുകളെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടേയിരിക്കും. जल्दी जल्दी में अदबनी उन महावर की रेखाओं को चारों ओर देखकर धीमे से चूम लेती हूँ. जल्दी जल्दी में അദ്ബനി, അദ്ബനി എന്ന് വെച്ചാൽ പകുതി വരച്ച ആ മഹാവറിന്റെ രേഖകളെ നോക്കിക്കൊണ്ട്, നാലു പാടു നിന്നും നോക്കിക്കൊണ്ട് ധീമേ സെ ചൂം ലേത്തി ഹും, ചൂംന എന്ന് പറഞ്ഞാല് കിസ്സിയ, ധീമേ സെ പതുക്കെ ആ മഹാവർ വരച്ചിട്ടുള്ള കാലുകളെ ഞാൻ ചുംബിക്കും. രാത് ഗഹര ആയി ഹെ ഓർ തും ചലേ ഗയേ ഹോ, വളരെ രാത്രിയായിരിക്കുന്നു, നീ പോയിരിക്കുന്നു. और मैं कितनी देर तक बाह से उसी आम्र डाली को घेरे ചുപ്ചാപ് റോത്തി രഹി ഹൂ, പിന്നീട് ഞാൻ ഒരുപാട് സമയം ബാഹ് സെ ഉസി ആമ്ര ഡാലി കോ ഘേരെ, എന്റെ കൈകൾ കൊണ്ട് അതേ ആമ്ര ഡാലി, കൃഷ്ണൻ ചാരി നിന്നിരുന്ന അതേ മാവിന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് ചുപ്ചാപ് റോത്തി രഹി ഹൂ, ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടേയിരുന്നു. ജിസ് പർ ടിക്കർ തും മേരി പ്രതീക്ഷ കർത്തേ ഹോ, അതിൽ ചാരി നിന്നിട്ടല്ലേ നീ എന്നെ പ്രതീക്ഷിച്ചിരുന്നത്, അത് പിടിച്ചുകൊണ്ട് ഞാൻ രാത്രി ഒരുപാട് കരഞ്ഞു, അപ്പോഴേക്കും നീ പോയിരുന്നു. ഓർ മേ ലോട്ട് രഹി ഹൂ ഹതാഷ് ഓർ നിഷ്ഫൽ, ഞാൻ തിരിച്ചു വരികയാണ്, ഹതാഷായിട്ട് നിരാശയായിട്ട് തിരിച്ചു വരികയാണ്. ഓർ യേ ആം കെ ബോർ കെ കൺ കൺ മേരെ പാവോ മേ ബുരി തര സാൽ രഹേ ഹെ, ഈ ആമ്ര ബോറിന്റെ, ഈ മാമ്പൂവിന്റെ ഓരോ കണങ്ങളും എന്റെ പാവോമേ, എന്റെ കാലുകളിൽ വളരെയധികം സാൽ രഹേ ഹെ, എന്റെ കാലുകളെ വളരെയധികം കുത്തി നോവിക്കുന്നു. पर तुम्हें यह कौन बताएगा सावरे कि देर ही में सही पर मैं तुम्हारे पुकारने पर आ तो गई. പക്ഷേ നിനക്കിത് ആര് പറഞ്ഞു തരാനാണ് സാവരെ കൃഷ്ണ, कि देर ही में सही, വൈകിട്ടാണെങ്കിലും, पर मैं तुम्हारे पुकारने पर आ तो गई, പക്ഷേ നീ വിളിച്ചപ്പോൾ ഞാൻ വന്നു, വൈകിട്ടാണെങ്കിലും ഞാൻ വന്നു. और मांग सी उजली पगडंडी पर बिखरे, എന്റെ മാങ്കാവുന്ന ഈ പഗഡണ്ടിയില് ബിഖിരെ, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന, യേ മഞ്ജരി കൺബി, ഈ മാമ്പൂക്കളും, അഗർ മേരെ ചരണോ മേ ഗഡ്തേ ഹേ തോ, എന്റെ കാലുകളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇസിലിയേ നാ കി കിത്ന ലംബ रास्ता कितनी जल्दी जल्दी पार कर मुझे आना पड़ा है और कांटों और कंकरियों से मेरे पाँव किस बुरी तरह घायल हो रहे हैं. എന്തുകൊണ്ടാണ് ഇവ എന്റെ രാധയുടെ കാലിനെ വേദനിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ, ഇത്രയും ദൂരമുള്ള വഴി താണ്ടി വന്നു. കിത്നി ജൽദി ജൽദി പാർ കർ മുझे ആനാ പട, എത്രയോ പെട്ടെന്ന് കടന്ന് എനിക്ക് വരേണ്ടതായി വന്നു. ഓർ കാട്ടോ ഓർ കങ്കരിയും, കാട്ടേന്ന് വെച്ചാൽ മുള്ളുകളും, അതുപോലെ തന്നെ കങ്കരി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കല്ലുകളും, മേരെ പാവ് കങ്കരിയോ സെ, ആ കല്ലുകളാലും മുള്ളുകളാലും, മേരെ പാവ് കിസ് ബുരി തര ഘായൽ ഹോ ഗയേ ഹെ, എന്റെ കാലുകൾ വളരെ അധികം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. ഘായൽ ഹോന, മുറിവേൽക്കുക. യഹ് കാസെ ബതാഊ തുമ്ഹേ കി ചരം സാക്ഷാത്കാർ കെ യേ അനൂഠേ ക്ഷൺ ബി, ഇത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക, ചരം സാക്ഷാത്കാരിന്റെ ആ, അപ്പോ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സിലും ജോ കബി കബി മേരെ ഹാത്ത് സെ ഛൂട്ട് ജാത്തേ ഹെ, അത് എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. തുമ്ഹാരി മർമ്മ പുകാർ ജോ കബി കബി मैं नहीं सुन पाती, तुम्हारी भेंट का अर्थ जो
नहीं समझ पाती. പലപ്പോഴും നിന്റെ ആ ഒരു വിളി, സ്നേഹത്തോടെയുള്ള വിളി ഞാൻ കേൾക്കുന്നില്ല, പലപ്പോഴും എനിക്ക് കേൾക്കാൻ കഴിയാറില്ല. तुम्हारी भेंट का अर्थ जो नहीं समझ पाती तो मेरे सावरे लाज मन की भी होती है. നീ നൽകുന്ന ഗിഫ്റ്റ്സിന്റെ അല്ലെങ്കിൽ നീയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ അർത്ഥം പലപ്പോഴും എനിക്ക് മനസ്സിലാകാറില്ല. തോ മേരെ സാവ്രെ ലാജ് മൻ കി ബി ഹോത്തി ഹെ. അതുകൊണ്ട് തന്നെ എന്റെ സാവ്രെ, ലാജ് നാണം എന്ന് പറയുന്നത് മനസ്സിനും ഉണ്ട്. ഏക് അജ്ഞാത് ബൈ അപരിചിത് സൻശയ് ആഗ്രഹ ബരാ ഗോപൻ. ഒരു അജ്ഞാതമായിട്ടുള്ള ഭയം, ഒരു അപരിചിതമായിട്ടുള്ള സംശയം, അതുപോലെ തന്നെ ഏക് ആഗ്രഹ ഭരാ ഗോപൻ, ഒരു ആഗ്രഹം നിറഞ്ഞ മറ, और सुख के क्षण में भी घिर आने वाली निर्व्याख्യ ഉദാസി. അതുപോലെ തന്നെ സന്തോഷമുള്ള നിമിഷങ്ങളിൽ പോലും എന്നെ വന്ന് ചുറ്റുന്ന, എന്നെ കവർ ചെയ്യുന്ന ആ നിർവ്യാഖ്യ ഉദാസി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം. फिर भी उसे चीर कर देर में ही आऊंगी प्राण. പക്ഷേ ഇതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, ഇതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട്, ചീർന എന്ന് വെച്ചാൽ ഭേദിക്കുക, ഭേദിച്ചുകൊണ്ട് ദേർ മേ ഹി സഹി ആവുങ്കി പ്രാൺ, വൈകിയാലും ഞാൻ വരും എന്റെ പ്രാണനെ. तो क्या तुम मुझे अपनी लंबी ചന്ദൻ ബാഹോ മേ ഭർക്കർ ബേസുദ് നെഹി കർദോഗെ. ഇങ്ങനെ ഞാൻ വൈകി വന്നാലും നീ നിന്റെ ലംബി ചന്ദൻ ബാഹെ, ആ നീളമുള്ള കൈകളില് എന്നെ ഭർക്കർ, എന്നെ പിടിച്ചുകൊണ്ട് ബേസുദ് നെഹി കർദോഗെ. ബേസുദ് എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് എന്നാണ് രാധ പറയുന്നത്. രാധയ്ക്ക് ഇതിനെല്ലാം ഭേദിച്ചുകൊണ്ട് പോയിട്ട് കൃഷ്ണന്റെ കൈകളില് ബേസുദായി ഇരിക്കണം എന്നാണ് പറയുന്നത്. അതായത് രാധയെ മൊത്തമായിട്ട് കൃഷ്ണന് സമർപ്പിക്കണം എന്നാണ് രാധ പറയുന്നത്. അങ്ങനെ ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പോർഷൻ നിർത്തുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആമ്ര ബോർ का अर्थ ആണ്. अगर मैं आम के बौर का ठीक ठीक संकेत नहीं समझ पाई तो भी इस तरह खिन्न मत हो प्रिय मेरे. അപ്പൊ രാധ പറയാണ്, ഞാൻ ഈ ആമ്ര ബോറിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ, അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും, ഇസ് തര ഖിന്ന മത് ഹോ പ്രിയ, ഇത്തരത്തിൽ എന്നോട് പിണങ്ങിയിരിക്കരുത് പ്രിയനെ. കിത്നി ബാർ ജബ് തുമ്നെ अर्धोन्मीलित कमल भेजा तो मैं तुरंत समझ गई कि तुमने मुझे संझा बिरिया बुलाया है. എത്രയോ പ്രാവശ്യം നീ എനിക്ക് അർദ്ധോന്മീലിത് കമൽ, അതായത് പകുതി വിരിഞ്ഞിട്ടുള്ള താമര തന്നയച്ചപ്പോൾ, मैं तुरंत समझ गई कि तुमने मुझे संझा बिरिया बुलाया है, ഞാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കി നീ എന്നെ ഈവനിങ്ങിന് കാണാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് എന്ന്. കിത്നി ബാർ ജബ് തുമ്നെ अंजुरी भर भर बेले के फूल भेजे तो मैं समझ गई कि तुम्हारी अंजुरियों ने किसे याद किया है. നീ പലപ്പോഴും എനിക്ക് അഞ്ജുരി ഭർ ഭർ, കൈവെള്ളയിൽ നിറയെ, ബേലേക്കെ ഫൂൽ, ബേല എന്ന് വെച്ചാൽ ജാസ്മിൻ ആണ്, മുല്ലപ്പൂവ് തന്നു വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ ആരെയാണ് ഓർമ്മിച്ചത് എന്ന്. കിത്നെ ബാർ ജബ് തുമ്നെ अगस्त्य के 2 उजले कटावदार फूल भेजे तो मैं समझ गई कि तुम फिर मेरे उजले कटावदार पाँवों में तीसरे पहर टील के पास वाले सहकार की घनी छाव में बैठकर महावर लगाना चाहते हो. പിന്നെ പലപ്പോഴും നീ എനിക്ക് ഈ അഗസ്ത്യ മരത്തിന്റെ പൂക്കൾ തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്റെ കാലുകളിൽ, ഈവനിങ്ങനെ തണലുള്ളിടത്ത് എന്റെ കാലുകളിൽ വീണ്ടും മഹാവർ വരയ്ക്കാനായി നീ ആഗ്രഹിക്കുന്നു എന്ന്. आज अगर आम के बौर का संकेत नहीं भी समझ पाई तो क्या इतना बड़ा मान ठान लोगे. ഇന്ന് ആമ്ര ബോറിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് നീ എന്റെ അടുത്ത് ഇത്രയും പിണങ്ങിയിരിക്കുമോ. मैं मानती हूँ कि तुमने अनेक बार कहा है राधन, तुम्हारी शोक चंचल विचुंबित पलकें तो पगडंडी मात्र है जो मुझे तुम तक पहुंचाकर रीत जाती है. ഞാൻ അംഗീകരിക്കുന്നു,
कि तुमने अनेक बार कहा है, നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാധൻ तुम्हारी शोक चंचल विचुंपित पलके तो പഗഡണ്ടിയ മാത്ര है. നിന്റെ ചഞ്ചലമായ ആ പൽക്കെ എന്ന് വെച്ചാൽ കൺപോളകള് പഗഡണ്ടികൾ മാത്രമാണ്. जो मुझे तुम तक पहुंचाकर रीत जाती है. ആ പഗഡണ്ടികൾ, ആ ചെറിയ വഴികള് എന്നെ നിന്നിലേക്ക് എത്തിച്ചുകൊണ്ട് മറഞ്ഞു പോകുന്നു. तुमने कितनी बार कहा है राधन, ये पतले मृणाल सी तुम्हारी गोरी अनावृत बाहें. നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പത്ലെ, ഈ മെലിഞ്ഞ മൃണാൽ സി തുമ്ഹാരി ഗോരി അനാവൃത് ബാഹെ, നിന്റെ വെളുത്ത ആ കൈകൾ പഗഡണ്ടിയ മാത്ര ഹെ ജോ മുझे തും തക് പഹുച്ചാക്കർ രീത് ജാതി ഹെ. അവ പഗഡണ്ടികളാണ്, എന്നെ നിന്നിലേക്ക് എത്തിച്ചുകൊണ്ട് അവയും മറഞ്ഞു പോകുന്നു. तुमने कितनी बार कहा है सुनो तुम्हारे अधर, നിന്റെ അധർ എന്ന് പറഞ്ഞാൽ ഹോട്ട്, ചുണ്ടുകൾ, തുമ്ഹാരി പൽക്കെ, നിന്റെ കൺപോളകൾ, തുമ്ഹാരി ബാഹെ, നിന്റെ കൈകൾ, തുമ്ഹാരെ ചരൺ, നിന്റെ കാലുകൾ, തുമ്ഹാരെ അംഗ് പ്രത്യംഗ്, നിന്റെ ഓരോ ഓർഗൻസും, തുമ്ഹാരി സാരി ചമ്പക് വർണി ദേഹ, നിന്റെ ചെമ്പക നിറത്തിലുള്ള ആ ഒരു ശരീരം, മാത്ര പഗഡണ്ടിയാ ഹെ ജോ ചരം സാക്ഷാത്കാർ കെ ക്ഷണോ മേ രഹത്തി ഹി നഹി രീത് ജാതി ഹെ. ഇവയെല്ലാം പഗഡണ്ടികൾ, വഴികൾ മാത്രമാണ്. അത് ചരം സാക്ഷാത്കാരത്തിന്റെ ക്ഷണങ്ങളിൽ, മൊമെന്റ്സില് ഉണ്ടായിരിക്കില്ല, അവ മാഞ്ഞു പോകുന്നു. ഇതൊക്കെ കൃഷ്ണൻ പറയുന്നതാണ്. കൃഷ്ണൻ പറയാണ്, രാധ, മൊത്തത്തിൽ രാധ തന്നെ ഒരു പഗഡണ്ടി, രാധയുടെ എല്ലാ ഓർഗൻസും കൃഷ്ണന് വേണ്ടിയിട്ടുള്ള വഴികളാണ്, രാധയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴികൾ മാത്രമാണെന്ന് കൃഷ്ണൻ അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹാ ചന്ദൻ, തുമ്ഹാരെ ശിഥിൽ ആലിംഗൻ മേ मैंने कितनी बार इन सब को रीता हुआ पाया है. അപ്പോൾ രാധ പറയാണ്, ശരിയാണ്, നിന്റെ ശിഥിലമായ ആലിംഗനത്തിൽ ഇവയെല്ലാം തന്നെ മാഞ്ഞു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ലയിച്ചു പോകുന്നതായിട്ട് പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. मुझे ऐसा लगा है जैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആരോ പെട്ടെന്ന് എന്നെ എൻ്റെ ജിസ്മ കെ ബോധ്സെ, എൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിൽ നിന്നും എന്നെ മുക്തമാക്കിയിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഓർ ഇസ് സമയ മേ ശരീർ നഹി ഹൂം, അതുപോലെ തന്നെ ഈ സമയം ഞാനൊരു ശരീരമല്ല. മേ മാത്ര ഏക് സുഗന്ധ ഹൂം, ഞാനൊരു സുഗന്ധം മാത്രമാണ്. आधी रात महकने वाले इन रजनीगंधा के फूलों की प्रगाढ़ मधुर गंध ആകാർഹീൻ വർണ്ണഹീൻ രൂപഹീൻ. രാത്രിയിലെ സുഗന്ധം പുറപ്പെടുവിക്കുന്ന രജനീഗന്ധ പൂക്കളെ പോലെ, അല്ലെങ്കിൽ ആ പൂക്കളുടെ സുഗന്ധത്തെ പോലെ പ്രഗാഢമായ മധുരമായ ഒരു ഗന്ധമാണ് ഞാൻ. ആകാർഹീൻ വർണ്ണഹീൻ രൂപഹീൻ, ആകാരമില്ലാത്ത, വർണ്ണഹീൻ എന്ന് പറഞ്ഞാല് കളറില്ലാത്ത, രൂപഹീൻ എന്ന് പറഞ്ഞാല് രൂപമില്ലാത്ത. മുझे नित नए शिल्प में डालने वाले मेरे उलझे रूखे चंदन वासिद केशों में പത്ലി ഉജ്ലി ചുനൗത്തി ദേത്തി ഹുയി മാ, എന്നെ എന്നും പുതിയൊരു ശില്പമാക്കി മാറ്റുന്നവനെ. മേരെ ഉൽझे റൂക്കെ ചന്ദൻ വാസിത് കേശോമേ, എൻ്റെ ഉൽझे കെട്ടുള്ള, റൂഖെ ഡ്രൈ ആയിട്ടുള്ള, ചന്ദന സുഗന്ധമുള്ള, കേശോമേ മുടിയിഴകളിൽ. പത്ലി ഉജ്ലി ചുനൗത്തി ദേത്തി ഹുയി മാങ്, പത്ലി അതായത് ചെറിയ നാരോ ആയിട്ടുള്ള, ഉജ്ലി ബ്രൈറ്റ് ആയിട്ടുള്ള, ചുനൗത്തി ദേത്തി ഹുയി മാങ് ഒരു ചാലഞ്ച് തന്നുകൊണ്ടിരിക്കുന്ന മാങ്. മാങ് എന്താന്ന് നേരത്തെ പറഞ്ഞല്ലോ, സിന്ദൂരം ഇടുന്ന ഭാഗത്തിനാണ് പറയുന്നത്. ക്യാ വ ആഖിരി പഗഡണ്ടി थी जिसे तुम रिता देना चाहते थे, इस तरह उसे ആമ്ര മഞ്ജരി സെ ഭർക്കർ, നീ ലയിപ്പിക്കാൻ അല്ലെങ്കിൽ മായ്ച്ചു കളയാനായി ആഗ്രഹിച്ചിരുന്ന അവസാനത്തെ പഗഡണ്ടിയായിരുന്നു എൻ്റെ മാങ്ക് എന്ന് രാധ ചോദിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ എങ്ങനെയാണ് അതിനെ ലയിപ്പിച്ചു കളഞ്ഞത്? ആമ്ര മഞ്ജരി അതിൽ നിറച്ചിട്ട്. मैं क्यों भूल गई थी मेरे लीला बंधु मेरे सहज मित्र की तो പദ്ധതി ഹി യഹ് ഹെ, ഞാൻ എങ്ങനെയാണ് ഇത് മറന്നുപോയത്? എൻ്റെ ലീലാബന്ധു. ഓക്കെ, ഇതില് സാവ്രെ, ലീലാബന്ധു ഇങ്ങനെയെല്ലാം വിളിക്കുന്നത് കൃഷ്ണനെയാണ് കേട്ടോ.
അപ്പൊ കൃഷ്ണനോട് പറയാണ്, ഞാൻ ഇതെങ്ങനെ മറന്നുപോയി. മേരെ സഹജ് മിത്ര की तो पद्धति ही यह है कि वह जिसे भी रिक्त करना चाहता है उसे संपूर्णता से भर देता है. അപ്പം എൻ്റെ മിത്ര, അതായത് കൃഷ്ണന്റെ പദ്ധതി തന്നെ, കൃഷ്ണൻ എന്തിനെയാണോ ലയിപ്പിക്കാൻ അല്ലെങ്കിൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിനെ പൂർണ്ണമായും ഗ്രഹിച്ചുകൊണ്ട് സമ്പൂർണമാക്കി പറഞ്ഞ് വിടും. അങ്ങനെയാണ് കൃഷ്ണൻ എന്നാണ് രാധ പറയുന്നത്. അതെന്തുകൊണ്ട് രാധ ഓർമ്മിച്ചില്ല എന്നും ചോദിക്കുന്നു. യ മേരി മാങ് ക്യാ മേരെ തുമ്ഹാരെ ബീച്ച് കി അന്തിം പാർത്ഥക്യ രേഖ ഥി. എൻ്റെ ഈ മാങ്ക് എൻ്റെയും നിന്റെയും ഇടയിലുള്ള അന്തിം പാർത്ഥക്യ രേഖ, അവസാനത്തെ ഒരു രേഖയായിരുന്നു. ക്യാ ഇസിലിയെ തുമ്നെ ഉസെ ആമ്ര മഞ്ജരിയോ സെ ഭർ ഭർ ദിയാ കി വ ഭർക്കർ ബി താസി ക്വാരി ഓർ രീതി ഛൂട്ട് ജായേ. അപ്പോൾ അതുകൊണ്ടാണോ നീ എൻ്റെ മാങ്കിനെ ആമ്രമഞ്ചരികൾ കൊണ്ട് നിറച്ചത്? എന്തെന്നാൽ അത് ഈ ആമ്രമഞ്ചരി എന്ന് പറയുന്നത് എന്താണ്? മാമ്പൂവാണ്. അത് പുതിയതായിട്ടുണ്ടാകുന്ന ഒരു പൂവല്ലേ. അപ്പം അതുപോലെ എൻ്റെ മാങ്കും ഇതുപോലെ തന്നെ ഫ്രഷായിട്ട് പുതിയതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ നീ എൻ്റെ മാങ്കിനെ ആമ്രമഞ്ചരി വെച്ച് നിറച്ചത് എന്ന് ചോദിക്കുകയാണ് രാധ. തുമ്ഹാരെ ഇസ് അത്യന്ത രഹസ്യമയി സംഗീത് को ठीक ठीक न समझ मैं उसका लौकिक अर्थ ले बैठी. നിന്റെ ഈ രഹസ്യമയമായിട്ടുള്ള ഈ സങ്കേതം മനസ്സിലാക്കാതെ ഞാൻ ഇതിന്റെ ലൗകികമായ അർത്ഥമാണ് മനസ്സിലാക്കിയത്. തോ मैं क्या करूं? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? तुम्हें तो मालूम है कि मैं वही बावली लड़की हूं ना जो पानी भरने जाती है तो भरे हुए घड़े में अपनी चंचल आँखों की छाया देखकर उन्हें कुलेल करती चटुल मछलियां समझकर बार बार सारा पानी ढलका देती हूँ. പക്ഷേ നിനക്കറിയാമല്ലോ, തുമ്ഹെ മാലൂം ഹെ कि मैं वही बावली लड़की हूँ, ഞാൻ അതേ ക്രേസി ആയിട്ടുള്ള ലड़की തന്നെയാണ്. ജോ പാനി ഭർനെ ജാത്തി ഹെ തോ, ഞാൻ വെള്ളം നിറയ്ക്കാൻ പോകുമ്പോൾ ഭരേ ഹുവേ ഘടേ മേ ബി, നിറച്ച ആ ഒരു കുടത്തില് അപ്നി ചഞ്ചൽ ആഖോ കി ഛായ ദേക്കർ, എൻ്റെ ചഞ്ചലമായ കണ്ണുകളുടെ ആ ഒരു പ്രതിബിംബം കണ്ടുകൊണ്ട് ഉൻഹെ കുലേൽ കർത്തി ചട്ടുൽ മച്ലിയാ സമജ്കർ, വെള്ളത്തില് ഓടുന്ന മച്ഛലി മീനുകളാണ് എന്ന് കരുതിയിട്ട് ബാർ ബാർ സാരാ പാനി ഢൽക്കാ ദേത്തി ഹും, ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ വെള്ളവും ചെരിച്ച് കളയുന്ന അതേ ക്രേസി ആയിട്ടുള്ള രാധ തന്നെയാണ് ഞാൻ എന്ന് നിനക്കറിയില്ലേ. അപ്പൊ രാധ പറയുന്നത്, കൃഷ്ണൻ പറയുന്ന സംഗീതങ്ങൾ രാധ മനസ്സിലാക്കിയില്ല എന്ന് കരുതിയിട്ട് കൃഷ്ണൻ പിണങ്ങിയിരിക്കരുത്. കാരണം രാധ സ്വന്തം കണ്ണുകളുടെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടിട്ട് അത് മീനാണെന്ന് കരുതി വെള്ളം മൊത്തം ചെരിച്ചു കളയുന്ന ഒരു പഗ്ലിയാണ്, ഒരു ക്രേസി ആയിട്ടുള്ള ആളാണെന്ന് കൃഷ്ണന് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. सुनो मेरे प्रिय, यह जो मुझ में इसे उसे तुम्हें अपने को कभी कभी ना समझ पाने की नादानी है ना, इसे भी रोको मत, होने दो, वह भी एक दिन हो होकर बीत जाएगी. രാധ പറയാണ്, കേൾക്കൂ കൃഷ്ണ, എന്നിൽ നീ പറയുന്ന സങ്കേതങ്ങളെ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത ആ ഒരു നാദാനി, ഒരു ശ്രദ്ധയില്ലായ്മയുണ്ടല്ലോ, അതിനെയും മാറ്റാൻ ശ്രമിക്കരുത്, അതിനെയും നിർത്തരുത്, അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. വ ബി ഏക് ദിൻ ഹോ ഹോക്കർ റീച്ച് ജായേഗി, അതും ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു ദിവസം ഇല്ലാതാകും. ഓർ മാൻ ലോ നാ ഭി രീഥേ ഓർ മേ ആസി ഹി ബനി രഹൂ തോ ക്യാ, ഇപ്പോൾ ആ ഒരു ശീലം, എൻ്റെ ആ നാദാനി മാറിയില്ല എന്ന് കരുതുക, അത് ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിലും എന്താണ് കുഴപ്പം? മേരെ ഹർ ബാവ്ലേപൻ പർ കബി ഖിन्न होकर कभी अनबोला ठानकर कभी हंसकर तुम जो प्यार से अपनी बाहों में कसकर बेसुध कर देते हो ഉസ് സുഖോ മേ ചോടും ക്യൂ. അപ്പോൾ രാധ പറയാണ്, എൻ്റെ ഈ ഒരു ബാവ്ലാപ്പൻ, ഈ ക്രേസിനെസ് കണ്ടിട്ട് പലപ്പോഴും പിണങ്ങിയിട്ട്, അതുപോലെ തന്നെ പലപ്പോഴും ഒന്നും പറയാഞ്ഞിട്ട് മൗനമായിരുന്നിട്ട്, പലപ്പോൾ ചിരിച്ചിട്ട് നീ എന്നെ ആലിംഗനം ചെയ്യാറുണ്ടല്ലോ, ആ ഒരു സുഖത്തെ ഞാൻ എന്തിനാണ് വിട്ടുകളയുന്നത്? കരൂങ്കി ബാർ ബാർ നാദാനി കരൂങ്കി തുമ്ഹാരി മൂലകി സിദ്ദി നാദാൻ മിത്ര ബീത്തോ ഹൂന,
ഞാൻ ചെയ്യും. ആ നാദാനി, എല്ലാ ശ്രദ്ധയില്ലായ്മയും അതുപോലെ തന്നെ ആ ക്രേസിനെസ്സും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ നിന്റെ വാശിയുള്ള നാദാനായിട്ടുള്ള ശ്രദ്ധയില്ലാത്ത ആ മിത്രവും കൂടിയാണല്ലോ. ആജ് ഇസ് നിവൃത്ത ഏകാന്ത് മേ തുംസേ ദൂർ പടി ഹൂം മൈ. ഇന്ന് ഈ നിവൃദ്ധമായിട്ടുള്ള ഏകാന്തതയിൽ നിന്നിൽ നിന്നും ദൂരെ മാറി ഇരിക്കുകയാണ് ഞാൻ. और इस प्रगाढ़ अंधकार में तुम्हारे चंदन कसाव के बिना मेरी देह लता के बड़े बड़े गुलाब धीरे धीरे टीस रहे हैं और दर्द उस लिपि के अर्थ खोल रहा है. അപ്പോൾ ഇന്ന് നീ ഇല്ലാതെ, നിന്നിൽ നിന്നും ദൂരെ മാറിയിരിക്കുമ്പോൾ ഈ പ്രഗാഢമായ അന്ധകാരത്തിൽ തുമ്ഹാരെ ചന്ദൻ കസാവ് കെ ബിന, നിന്റെ ആ ചന്ദന സുഗന്ധമുള്ള കൈകളുടെ മുറുക്കം ഇല്ലാത്ത ഈ സമയത്ത് മേരി ദേഹ് ലതാ കെ ബഡേ ബഡേ ഗുലാബ് ധീരെ ധീരെ ടീസ് രഹേ ഹെ, എൻ്റെ ദേഹത്തിൽ ഓരോ മുള്ളുകൾ കുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓർ ദർദ് ഉസ് ലിപി കെ അർത്ഥ് ഖോൽ രഹാ ഹെ, ആ വേദന ലിപിയുടെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരുന്നു. ജോ തുംനെ ആമ്ര മഞ്ജരിയോ കെ അക്ഷരോ മേ മേരി മാങ് പർ ലിഖ് ദീ ഥി, നീ ആമ്ര മഞ്ജരികൾ കൊണ്ട് എൻ്റെ മാങ്കിൽ എഴുതിയ ആ ഒരു ലിപികളുടെ അർത്ഥം ഈ വേദന എനിക്കിപ്പോൾ മനസ്സിലാക്കി തരുന്നു എന്നാണ് രാധ പറയുന്നത്. आम के बौर की महक तुर्श होती है, तुमने अक्सर मुझ में डूब डूब कर कहा है कि वह मेरी തുർഷി है. അപ്പം ഈ ആമ്രമഞ്ജരിയുടെ ഗന്ധം ഒരു പുളിപ്പുള്ള, അല്ലെങ്കിൽ തുർഷ് എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗന്ധമാണ് ആമ്രമഞ്ജരിക്കുള്ളത്. നീ പലപ്പോഴും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീയും തുർഷി, അതായത് ഒരു പുളിപ്പുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് രാധയുടേത് എന്ന് കൃഷ്ണൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജിസേ തും മേരെ വ്യക്തിത്വമേ വിശേഷ് രൂപ് സേ പ്യാർ കർത്തേ ഹോ, അതാണ് കൃഷ്ണന് രാധയുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. आम का वह भौर मौसम का पहला बौर था, अछूता ताज़ा सर्वप्रथम. ആ മാമ്പൂവ് ആ ഒരു സീസണിലെ ആദ്യത്തെ മാമ്പൂവാണ്. അഛൂത്ത, ആരും സ്പർശിക്കാത്തത്. താസ, ഫ്രഷ് ആയിട്ടുള്ളത്. സർവപ്രഥം, ഏറ്റവും ആദ്യത്തെ. मैंने कितनी बार तुम में डूब डूब कर कहा है कि मेरे प्राण, मुझे कितना गुमान है कि मैंने तुम्हें जो कुछ दिया है वह सब अछूता था, ताज़ा था, सर्वप्रथम प्रस्फुटन था. അപ്പോൾ രാധ പറയാണ്, മാനെ കിത്നി ബാർ തുമ്മെ ഡൂബ് ഡൂബ് കർ കഹാ ഹെ, ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മേരെ പ്രാൺ മുझे കിത്നാ ഗുമാൻ ഹെ, എനിക്ക് എത്രയോ അഭിമാനമുണ്ട്. കി മാനെ തുംഹെ ജോ കുച്ച് ദിയാ ഹെ, ഞാൻ നിനക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ. വ സബ് അഛൂതാ ഥ, ആരും സ്പർശിക്കാത്തതാണ്. താസ ഥ, ഫ്രഷ് ആണ്. സർവപ്രഥം പ്രസ്ഫുടൻ ഥ, ഏറ്റവും ആദ്യം വിരിഞ്ഞിട്ടുള്ളതാണ്. तो क्या तुम्हारे पास की डार पर खिली, तुम्हारे कंधों पर झुकी वह आम की ताज़ी क्वारी तुर्श मंजरी मैं ही थी और तुमने मुझसे ही मेरी मांग भरी थी. അപ്പോൾ രാധ ചോദിക്കുകയാണ്, നിന്റെ അടുത്തുള്ള ആ കൊമ്പുകളിൽ വിരിഞ്ഞ് നിന്റെ ഷോൾഡേഴ്സിൽ വന്ന് വിരിഞ്ഞിരുന്ന ആ ആമ്രമഞ്ജരി, ആ ഫ്രഷ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ആ ഒരു പുളിപ്പ് ഉള്ള ആമ്രമഞ്ജരി ഞാൻ തന്നെയായിരുന്നു. ഓർ തുമ്നെ മുജ്സേ ഹി മേരി മാങ് ഭരി ഥി, നീ എന്നെ കൊണ്ട് തന്നെയാണോ എൻ്റെ മാങ് നിറച്ചത്. യ ക്യോ മേരെ പ്രിയ, क्या इसलिए कि तुमने बार बार यह कहा है कि तुम अपने लिए नहीं मेरे लिए मुझे प्यार करते हो. അപ്പോൾ ഇത് നീ എന്തിനാണ് ചെയ്തത് പ്രിയനെ? ഇത് നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന്. और क्या तुम इसी का प्रमाण दे रहे थे जब तुम मेरे ही निजत्व को, मेरे ही आंतरिक अर्थ को मेरे मांग में भर रहे थे. അപ്പോൾ നീ പറഞ്ഞ കാര്യത്തിന് പ്രമാണം, ഒരു പ്രൂഫ് നൽകുകയാണോ നീ ചെയ്തത്? എൻ്റെ മാങ്കിൽ, എന്നിൽ എൻ്റെ തന്നെ ആന്തരിക അർത്ഥത്തിനെ നിറയ്ക്കുക വഴി നീ പറഞ്ഞ കാര്യം സിദ്ധമാക്കുകയാണോ നീ ചെയ്തത് എന്ന് രാധ ചോദിക്കുകയാണ്. और जब तुमने कहा कि माथे पर पल्ला डाल लो तो क्या तुम चिता रहे थे कि
अपने इसी निजत्व को, अपने आंतरिक अर्थ को मैं सदा मर्यादित रखूं, रसमय और पवित्र रखूं, നവവധു കി ഭാതി. അപ്പോൾ നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഥേ പർ പല്ല ഡാലോ, ആ നെറ്റിയിൽ സാരി തുമ്പ് പല്ല ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തോ ക്യാ തും ചിത്താ രഹേത്തെ, നീ എന്നെ വോൺ ചെയ്യുകയാണോ ചെയ്തിരുന്നത്? ചിത്താന എന്ന് വെച്ചാൽ വാർണിംഗ് കൊടുക്കുക എന്നാണ്. कि अपने इसी निजत्व को, अपने आंतरिक अर्थ को, എൻ്റെ ഈ ആന്തരികമായ അർത്ഥത്തെ मैं सदा മര്യാദിത് രഖൂं, രസ്മയ് और പവിത്ര രഖൂं, ഞാൻ എപ്പോഴും മര്യാദയിൽ അതുപോലെ തന്നെ പവിത്രമായിട്ട് കൊണ്ടു നടക്കണം എന്നുള്ള ഒരു വാർണിംഗ് എനിക്ക് തരുകയാണോ നീ ചെയ്തത്? നവവധു കി ഭാതി, ഒരു നവവധുവിനെ പോലെ. हाय मैं सच कहती हूँ, मैं इसे समझी नहीं, नहीं समझी, बिल्कुल नहीं समझी. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ഇത് മനസ്സിലാക്കിയില്ല, ഒട്ടും മനസ്സിലാക്കിയില്ല. യ സാരേ സൻസാർ സെ പൃഥക് പദ്ധതി കാ ജോ തുമ്ഹാരാ പ്യാർ ഹെന, മുഴുവൻ സൻസാറി ലോകത്തിൽ നിന്നും പൃഥകായിട്ടുള്ള, സെപ്പറേറ്റഡ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള നിന്റെ ഈ പദ്ധതികൾ, ജോ തുമ്ഹാരാ പ്യാർ ഹെന, നിന്റെ ഈ സ്നേഹം, ഇസ്കി ഭാഷ സമജ് പാന ക്യാ ഇത്നാ सरल है, तिस पर मैं भावरी जो तुम्हारे पीछे साधारण भाषा भी इस हद तक भूल गई हूँ. ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ ഈ ഭാവരി ആയിട്ടുള്ള, ഈ ക്രേസി ആയിട്ടുള്ള ഞാൻ സാധാരണ ഭാഷ പോലും മറന്നുപോയിരിക്കുന്നു. കൃഷ്ണന്റെ വ്യത്യസ്തമായിട്ടുള്ള, ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഭാഷയും ഈ രീതികളും മനസ്സിലാക്കാൻ ശ്രമിക്കുക വഴി രാധയ്ക്ക് സാധാരണ ഭാഷ പോലും മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. അതുപോലും രാധ മറന്നുപോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ശ്യാം ലേ ലോ പുക്കാർത്തി ഹുയി ഹാട്ട് ബാട്ട് മേ നഗർ ഡഗർ മേ അപ്നി ഹസി കരാത്തി ഗൂംതി ഹും. അപ്പോ രാധ എല്ലാ കാര്യങ്ങളും മറന്നുപോയത് കൊണ്ട് ശ്യാം ലേലു, ശ്യാം എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലും ഗ്രാമത്തിലും എല്ലായിടത്തും രാധ നടക്കുകയാണ്. അങ്ങനെ രാധ സ്വയം പരിഹസിക്കപ്പെടുകയാണ്. ഹസി കരാത്തി ഗൂംതി ഹൂ എന്ന് പറഞ്ഞാല് രാധ പരിഹസിക്കപ്പെടുന്നു എന്നാണ്. फिर मैं अगर अपनी मांग पर आम के बौर की लिपि में लिखी भाषा का ठीक ठीक अर्थ नहीं समझ पाई तो इसमें मेरा क्या दोष है मेरे लीला बंधु. അപ്പോൾ എനിക്ക് നീ എൻ്റെ മാങ്കിൽ ആമ്രമഞ്ജരി കൊണ്ട് എഴുതിയ ആ ലിപിയിലെ ആ ഭാഷ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ അതിൽ എൻ്റെ ഫോൾട്ട്, എൻ്റെ ദോഷം എന്താണ് കൃഷ്ണ എന്ന് രാധ ചോദിക്കുകയാണ്. आज इस निभृत एकांत में तुमसे दूर पड़ी हूँ और तुम क्या जाने कैसे मेरे सारे जिस्म में आम के बौर टीस रहे हैं. ഇന്ന് ഈ നിഭൃതമായ ഏകാന്തതയിൽ ഞാൻ നിന്നിൽ നിന്നും ദൂരെ മാറി ഇരിക്കുകയാണ്. ഇന്ന് നിനക്കറിയാൻ കഴിയില്ല എൻ്റെ ഈ ജിസ്മ്, എൻ്റെ ഈ ശരീരത്തിൽ ഈ ആമ്രമഞ്ജരി കുത്തി നോവിക്കുന്നു, എത്ര എന്നെ നോവിക്കുന്നു എന്ന് നിനക്ക് അറിയാൻ കഴിയില്ല എന്നാണ് രാധ പറയുന്നത്. ഓർ ഉൻകി അജീബ് സി തുർഷ് മെഹക്, അതുപോലെ അവയുടെ ആ പുളിപ്പുള്ള, ആ സ്ട്രോങ് ആയിട്ടുള്ള മെഹക്, ആ സുഗന്ധം, തുമ്ഹാര അജീബ് സാ പ്യാർ ഹെ, നിന്റെ വിചിത്രമായിട്ടുള്ള സ്നേഹമാണ്. ജോ സമ്പൂർണതഃ ബാന്ദ് കർ ഭി സമ്പൂർണതഃ മുക്ത ഛോഡ് ദേതാ ഹെ, അത് സമ്പൂർണമായി എന്നെ ബാന്ദ് കർ, എന്നെ കെട്ടിയിട്ടും സമ്പൂർണത മുക്ത ഛോഡ് ദേതാ ഹെ, സമ്പൂർണമായിട്ടും എന്നെ ഫ്രീ ആക്കിയിട്ട് വിട്ടിരിക്കുകയാണ്. അതായത് സമ്പൂർണമായി, ഒരേ സമയം സമ്പൂർണമായി ബന്ധിപ്പിക്കുകയും ഒരേ സമയം ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള സ്നേഹമാണ് കൃഷ്ണന്റേത്. ഛോഡ് ക്യോ ദേതാ ഹെ പ്രിയ ക്യാ ഹർ ബാർ ഇസ് ദർദ് കെ നയേ അർത്ഥ സമജ്നെ കെ ലിയെ, അങ്ങനെ എന്നെ വിടുന്നത് എന്തുകൊണ്ടാണ് പ്രിയനെ? ഓരോ പ്രാവശ്യവും ഈ വേദനയുടെ പുതിയ അർത്ഥം മനസ്സിലാക്കിപ്പിക്കുവാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാധ നിർത്തുകയാണ്. നീ നെക്സ്റ്റ് വരുന്നത് തും മേരെ കോൻ ഹോ, നീ എൻ്റെ ആരാണ്? തും മേരെ ഹോ കോൻ കനു മേ തോ ആജ് തക് നഹി ജാൻ പായി, നീ എനിക്ക് ആരാണ് എന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാർ ബാർ മുജ്സെ മേരെ മൻ ने आग्रह से विस्मय से तन्मयता से पूछा है यह कनु तेरा कौन है बूझ तो.
പലപ്പോഴും എൻ്റെ മനസ്സ് എന്നോട് ആഗ്രഹത്തോടെ വിസ്മയത്തോടെ ചോദിച്ചിട്ടുണ്ട്, യ കനു തേരാ കോൻ ഹെ, ഈ കൃഷ്ണൻ നിന്റെ ആരാണ്, പറയൂ. ബാർ ബാർ മുജ്സെ മേരെ സഖിയോ നെ വ്യംഗ്യ സെ കടാക്ഷ സെ കുട്ടിൽ സങ്കേത് സെ പൂച്ചാ ഹെ. പലപ്പോഴും എൻ്റെ സഖികള് എന്നോട് വ്യംഗ്യമായിട്ട് അതുപോലെ തന്നെ കുട്ടിൽ സങ്കേത്സെ, അതായത് ഒരു അർത്ഥം വെച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, കനു തേരാ കോൻ ഹെരി ബോൾത്തി ക്യൂ നഹി, ഈ കനു ശരിക്കും നിന്റെ ആരാണ്, നീ എന്താണ് പറയാത്തത്. ബാർ ബാർ മുജ്സെ മേരെ ഗുരുജനോ നെ കഠോരത സെ അപ്രസന്നത സെ രോഷ് സെ പൂച്ചാ ഹെ, യ കാൻ ഹെ ആഖിർ തേരാ കോൻ ഹെ. പലപ്പോഴും പല പ്രാവശ്യമായിട്ട് എൻ്റെ ഗുരുക്കന്മാർ എന്നോട് കഠോരമായിട്ട് അപ്രസന്നമായിട്ട് അതുപോലെ തന്നെ ദേഷ്യത്തോടെയും ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഈ കൃഷ്ണൻ നിന്റെ ആരാണ്. मैं तो आज तक कुछ नहीं बता पाई, तुम मेरे सचमुच कौन हो कनु, എനിക്ക് ഇത്ര കാലവുമായിട്ട് ആരോടും പറയാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും നീ എൻ്റെ ആരാണ് എന്ന്. अक्सर जब तुमने माला गूंथने के लिए कंठीले जाड़ों में चढ़ चढ़कर मेरे लिए श्वेत रत्नारे करौंदे तोड़कर, പലപ്പോഴും നീ എനിക്ക് മാല ഉണ്ടാക്കി തരാനായിട്ട് കണ്ടീലെ ജാഡോമേ, കണ്ടീലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളുകളുള്ള കാടുകളില് പലപ്പോഴും പോയിട്ട് എനിക്ക് വേണ്ടി ശ്വേത് രത്നാരെ കരോന്തേ തോഡ്കർ, എനിക്ക് വേണ്ടിയിട്ട് വൈറ്റ് ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് മേരെ ആഞ്ചൽ മേ ഡാൽ ദിയേ ഹെ, എൻ്റെ ആഞ്ചലിൽ ഇട്ട് തന്നിട്ടുണ്ട്. ആഞ്ചൽ എന്ന് പറയുന്നത് ഡ്രസ്സിന്റെ ഒരു പോർഷനാണ്. തോ മാനെ अत्यंत सहज प्रीति से गर्दन झटकाकर വേണി झुलाती हुए कहा, അപ്പോൾ ഞാൻ വളരെയധികം പ്രസന്നയായിട്ട് പ്രീതിപ്പെട്ടുകൊണ്ട് ഗർദൻ ഝട്കാക്കർ, കഴുത്ത് വെട്ടിച്ചുകൊണ്ട്, വേണി ഝുലാത്തെ ഹുയെ, മുടി ഇങ്ങനെ കാറ്റിൽ വീശിക്കൊണ്ട് അല്ലെങ്കിൽ കാറ്റിൽ ഇളക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കനു ഹി മേര ഏക്മാത്ര അന്തരംഗ് സഖാ ഹെ, കനു എൻ്റെ ഏക്മാത്ര എനിക്ക് ആകെയുള്ള അന്തരംഗ സഖ, എൻ്റെ ഉറ്റ സുഹൃത്താണ്. അക്സർ ജബ് തുമ്നെ ദാവാഗ്നി മേ സുലഗ്തി ഡാലിയോ टूटते वृक्षों हहराती हुई लपटों और घुटते हुए धुएं के बीच निरुपाय असहाय बावली सी भटकती हुई मुझे. പലപ്പോഴും നീ ദേവാഗ്നിയിൽ, അതായത് ഫോറസ്റ്റ് ഫയറിൽ, സുലഗ്തി ഡാലിയ, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന മരങ്ങളുടെ ഇലകളുടെ കൊമ്പുകളുടെ എല്ലാത്തിൻ്റെയും ഇടയിൽ, അതുപോലെ തന്നെ ഹഹരാത്തി ഹുയി ലപ്ടെ, അതായത് ഈ പാളുന്ന തീയുടെ ഇടയിൽ നിന്നും, ഘുട്ടെ ഹുയെ ധുവേ കെ ബീച്ച്, എന്നെ സഫക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുകയുടെ ഇടയിൽ നിന്നും, നിരുപായ് അസഹായ് ബാവ്ലീസി, അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ അസഹായിയായി നിൽക്കുന്ന എന്നെ, സാഹസ് പൂർവക് അപ്നെ ദോനോ ഹാത്തോ മേ ഫൂൽ കി ഥാലി സി സഹേജ് കർ ഉഠാ ലിയ, സാഹസത്തോടെ എന്നെ രണ്ട് കൈകളിലും ഒരു പൂവിന്റെ ഥാലി, പൂക്കൾ നിറഞ്ഞ ഒരു പാത്രം എടുക്കുന്നത് പോലെ എന്നെ എടുത്തു. ഓർ ലപ്ടെ ചീർക്കർ ബാഹർ ലേ ആയേ, ആ തീജ്വാലകളെ ഭേദിച്ചുകൊണ്ട് എന്നെ പുറത്തോട്ട് കൊണ്ടുവന്നു. തോ മാനെ ആദർ ആഭാർ ഓർ പ്രഗാഡ് സ്നേഹ സെ ഭരേ ഭരേ സ്വർമേ കഹ, അപ്പോൾ ഞാൻ ആദരവും അതുപോലെ തന്നെ ആഭാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അതെല്ലാം കൊണ്ട്, അതുപോലെ തന്നെ പ്രഗാഢമായ സ്നേഹത്തോടെ, ഭരേ ഭരേ സ്വർ മേ കഹ, കാൻ മേരാ രക്ഷക് ഹെ, മേരാ ബന്ധു ഹെ, സഹോദർ ഹെ, പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ എൻ്റെ രക്ഷകനാണ്, എൻ്റെ ബന്ധുവാണ്, എൻ്റെ സഹോദരനാണ് എന്ന്. അക്സർ ജബ് തുമ്നെ വൻഷി ബജാക്കർ മുझे ബുലായ ഹെ और मैं മോഹിത് മൃഗി സി ഭാഗ്തി ചലി ആയി ഹും, പലപ്പോഴും നീ എന്നെ ഓടക്കുഴൽ നാദത്താൽ വിളിച്ചപ്പോൾ ഞാൻ ഒരു മോഹിതയായ മൃഗി, ഒരു മാൻകുട്ടിയെ പോലെ നിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. और तुमने मुझे अपनी बाहों में कस लिया है तो मैंने डूब कर कहा है, അങ്ങനെ ഞാൻ വരുമ്പോൾ നീ എന്നെ ആലിംഗനം ചെയ്യാറുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കനു മേര ലക്ഷ്യ ഹെ, മേര ആരാധ്യ, മേര ഗന്തവ്യം, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ ആരാധ്യനാണ്, ഞാൻ ആരാധിക്കുന്നവനാണ്. पर जब तुमने दृष्टता से अक्सर सखी के सामने मुझे बुरी तरह छेड़ा है तब मैंने
खींच कर പക്ഷേ പലപ്പോഴും നീ സഖിമാരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ പിണങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ ആഖോ മേ ആസു ഭർക്കർ ശബ്ദേ ഖാ ഖാക്കർ സഖി സെ കഹാ ഹെ കണ്ണു നിറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം ശബ്ദം ചെയ്ത് സഖിമാരോട് പറഞ്ഞിട്ടുണ്ട് കാൻ ഹെ മേരാ കോയി നഹി ഹെ കോയി നഹി ഹെ മേ കസം ഖാക്കർ कहती हूँ മേരാ കോയി നഹി ഹെ അങ്ങനെ ഞാൻ ശബ്ദം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ എൻ്റെ ആരുമല്ല എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ രാധയെ സഖിമാരുടെ മുന്നിൽ വെച്ച് കളിയാക്കുമ്പോൾ മാത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. पर दूसरे ही क्षण जब घनघोर बादल उमड़ आए हैं और बिजली तड़पने लगी है പക്ഷെ അടുത്തൊരു മൊമെന്റിൽ തന്നെ ഗൻഘോർ ബാദൽ അതായത് നല്ല മഴക്കാറ് വരുമ്പോൾ ഓർ ബിജ്ലി തടപ്നെ ലഗി ഹെ ഇടിവെട്ടാൻ തുടങ്ങുമ്പോൾ ഓർ ഘനി വർഷ ഹോനെ ലഗി ഹെ നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഓർ സാരെ വൻപത് ധുന്ദ്ലാക്കർ ചിപ് ഗയേ ഹെ അതായത് ഈ മഴക്കാറ് കൊണ്ട് വഴികളെല്ലാം മറഞ്ഞു പോകുമ്പോൾ കാണാതാകുമ്പോൾ തോ മാനെ അപ്നെ ആഞ്ചൽ മേ തുമ്ഹെ ധുപ്കാ ലിയാ ഹെ ഞാൻ എൻ്റെ ആഞ്ചൽ എന്ന് പറയുന്നതും ഈ സാരിയുടെ ഒരു പോർഷനാണ്. ഈ രാധയും കൃഷ്ണനും കൂടിയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾ കാണുമ്പോൾ രാധ ആ ദുപ്പട്ട എടുത്തിട്ട് തലയിലൂടെ ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഭാഗത്തിനെയാണ് ആഞ്ചൽ എന്ന് പറയുന്നത്. ഈ ആഞ്ചലില് തുമ്ഹെ ദുപ്കാ ലിയാ ഹെ നിന്നെ കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. തുമ്ഹെ സഹാര ദേ ദേക്കർ അപ്നി ബാഹോ മേ ഘേർ ഗാവ് കി സീമാ തക് തുമ്ഹെ ലേ ആയി ഹൂം നിന്നെ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ ആ ഒരു എൻഡ് ബൗണ്ടറി എത്തുന്നത് വരെ നിന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓർ സച്ച് സച്ച് ബതാവൂ തുझे കനു സാവ്രെ അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ കൃഷ്ണ കി ഉസ് സമയ മേ ബിൽക്കുൽ ഭൂൽ ഗയി ഹൂം കി മേ കിത്നി ഛോട്ടി ഹൂം സത്യത്തിൽ ആ സമയത്ത് ഞാൻ മറന്നുപോയി കൃഷ്ണ ഞാൻ എത്ര ചെറിയതാണ് എന്ന്. और तुम वही कान्हा हो जो सारे वृंदावन को जल प्रलय से बचाने की सामर्थ्य रखते हो നീ അതേ കൃഷ്ണൻ തന്നെയാണല്ലോ വൃന്ദാവനത്തെ മൊത്തം പ്രളയത്തിൽ നിന്നും രക്ഷിക്കാനുള്ള സാമർഥ്യമുള്ളവനാണ് എന്ന് ഞാൻ പലപ്പോഴും മറന്നു പോവാറുണ്ട്. और मुझे केवल यही लगा है कि तुम छोटे से शिशु हो असहाय वर्ष में ഭീഗ് ഭീഗ് മേരെ ആഞ്ചൽ മേ ദുബ്കെ ഹുവേ പക്ഷെ എനിക്ക് തോന്നുന്നത് നീ വളരെ ചെറിയ ഒരു ശിശുവാണ്. എൻ്റെ ആഞ്ചലില് മഴച്ചാറൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഒരു ശിശുവിനെ പോലെയാണ് ഞാൻ കരുതിയത്. और जब मैंने सखियों को बताया कि गांव की सीमा पर चितवन की चाह में खड़े होकर ममता से मैंने अपने वक्ष में അങ്ങനെ ഞാൻ സഖിമാരോട് പറഞ്ഞു ഗ്രാമത്തിന്റെ സീമയിൽ ആ ബൗണ്ടറിയിൽ എത്തിയിട്ട് ഒരു തണലത്ത് നിന്നുകൊണ്ട് മമതാസെ മമതയോടുകൂടി ഞാൻ അപ്നി വക്ഷ്മേ എൻ്റെ ചെസ്റ്റില് ഉസ് छोने का ठंडा माथा दुबकाकर अपने आंचल में उसके घने घुंघराले बाल പോഞ്ച് ദിയേ അങ്ങനെ എൻ്റെ ചെസ്റ്റില് ആ ചെറിയ മൃഗക്കുട്ടി ചോന എന്ന് പറഞ്ഞാൽ മൃഗക്കുട്ടിയാണ് മൃഗക്കുട്ടിയെ പോലെ കൃഷ്ണന്റെ തല അല്ലെങ്കിൽ നെറ്റി പിടിച്ചുകൊണ്ട് അപ്നെ ആഞ്ചൽ മേ ഉസ്കെ ഘനെ ഗുംഗ്രാലെ ബാൽ എൻ്റെ ആഞ്ചലില് അവന്റെ ഘനെ ഗുംഗ്രാലെ നല്ല ഉള്ളുള്ള ഘുംഗ്രാലെ എന്ന് വെച്ചാൽ കേളി ആയിട്ടുള്ള മുടി ചുരുണ്ട മുടി പോഞ്ച് ദിയെ തോർത്തി കൊടുത്തു. തോ മേരെ ഉസ് സഹജ് उद्गार पर सखियां क्यों കുട്ടിൽത്താ സെ മുസ്കുരാനെ ലഗി യ മേ ആജ് തക് നെഹി സമജ് പായി അപ്പോൾ ഞാൻ ഇങ്ങനെ കൃഷ്ണന്റെ തല തോർത്തി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സഖിമാര് ഒരു കുട്ടിൽത്താ സെ മുസ്കുരാനെ ലഗി ഒരു അർത്ഥം വെച്ച് ചിരിക്കാനായിട്ട് തുടങ്ങി. അതെന്തിനാണ് അവർ ഇതുവരെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വളരെ ഇന്നസെന്റ് ആയിട്ട് രാധ പറയാണ്. ലേക്കിൻ ജബ് തുമ്ഹീനെ ബന്ധു തേജ് സെ പ്രദീപ്ത് ഹോക്കർ ഇന്ദ്ര കോ ലൽക്കാരാ ഹെ നീയാണ് ഇന്ദ്രനെ ലൽക്കാര ഹെ ഇന്ദ്രനെ വെല്ലുവിളിച്ച വ്യക്തിയാണ് നീ. കാലിയ കി ഖോജ് മേ വിശൈലി യമുന കോ മധ് ഡാലാ ഹെ കാളിയനെ അന്വേഷിച്ചുകൊണ്ട് വിശൈലി വിഷം നിറഞ്ഞിട്ടുള്ള യമുന നദിയെ മഥിച്ചതും നീ തന്നെയാണ്. തോ മുझे അകസ്മാത് ലഗാ ഹെ കി മേരെ അംഗ് അംഗ് സെ ജ്യോതി ഫൂട്ട് പട് രഹി ഹെ അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ജ്യോതി വെളിച്ചം
പുറത്തു വരുന്നുണ്ട് എന്ന്. തുമ്ഹാരി ശക്തി തോ മൈ ഹി ഹൂം, നിന്റെ ഈ ശക്തിയെല്ലാം ഞാൻ തന്നെയാണ്. തുമ്ഹാര സംബൽ, തുമ്ഹാരി योग माया, इस निखिल पारावार में ही പരിവ്യാപ്ത് ഹൂം, വിരാട് ഹൂം, സീമാഹീൻ, അദമ്യ ദുർദാന്ത്. അതായത് നിന്റെ എല്ലാ ശക്തിയും ഞാനാണ്, നിന്റെ സമബലം, നിന്റെ യോഗമായ ഇതെല്ലാം തന്നെ ഞാനാണ്. ഈ നിഖിൽ പാരാവാർ, ഈ അഖിലമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വിരാടമായിട്ടുള്ള സീമയില്ലാത്ത അദമ്യ ദുർദാന്ത്, ഇതുപോലെ തന്നെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആ ഒരു ശക്തി, ആ ഒരു വെളിച്ചം ഞാൻ തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് രാധ പറയാണ്. किंतु दूसरे ही क्षण जब तुमने वेद चलता कुंज में गहराती हुई गोदूली वेला में आम के एक बौर को चूर चूर कर धीमे से अपनी चुटकी में भरकर मेरे सीमंद पर बिखेर दिया, तो मैं हतप्रभ हो गई. मुझे लगा कि इस निखिल पारावार में शक्ति सी, ज्योति सी, गति सी. പക്ഷേ അടുത്ത ഒരു ക്ഷണത്തിൽ നീ ആ ആമ്ര ബോർ കൊണ്ട് എന്റെ മാങ്ക് നിറച്ചപ്പോൾ, അപ്നി ചുട്കി മേ ഭർക്കർ മേരെ സീമന്ത് പർ ബിഖേർ ദിയ, അതന്നെ എന്റെ മാങ്ക് നിറച്ചപ്പോൾ തോ മേ ഹത്പ്രഭ് ഹോ ഗയി. അപ്പോൾ രാധയ്ക്ക് തോന്നുന്നത് ഇത്രയും സമയം തോന്നിയിരുന്നത് കൃഷ്ണന്റെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള പവർ, ബ്രൈറ്റ്നെസ് ഇതെല്ലാം തന്നെ രാധയാണെന്നാണ്. പക്ഷെ രാധയുടെ മാങ്ക് കൃഷ്ണൻ നിറച്ചപ്പോൾ രാധ ഒരു സർട്ടൻ ലിമിറ്റിൽ ഒതുങ്ങിയതുപോലെ തോന്നി. ശക്തി സി, ജ്യോതി സി, ഗതി സി, ഫാലി ഹുയി മേ, ശക്തിയായി, ജ്യോതിയായി, സ്പീഡായിട്ടെല്ലാം തന്നെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഞാൻ അകസ്മാത് സിമട്ട് ഗയി ഹും, പെട്ടെന്ന് ഒതുങ്ങിയതുപോലെ, സീമാമേ ബന്ദ് ഗയി ഹും, ഒരു സീമയില് ബന്ധിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഏസാ ക്യോ ചാഹാ തുമ്നെ കാൻഹ, എന്നെ അങ്ങനെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് നീ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത് കൃഷ്ണ. पर जब मुझे चेत हुआ तो मैंने पाया कि हाय सीमा कैसी, मैं तो वह हूँ जिसे ദിഗ്വധു कहते हैं, കാൽവധു. പക്ഷെ ഒന്നുകൂടെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കി ഹായ് സീമ കേസി, എന്ത് തരം ബന്ധനമാണ് അല്ലെങ്കിൽ എന്ത് തരം സീമയാണ് ഉള്ളത്. ഞാനാണ് ദിഗ്വധു, കാൽവധു എന്നൊക്കെ വിളിക്കപ്പെടുന്ന समय और दिशाओं की सीमाहीन पगडंडियों पर अनंत काल से अनंत दिशाओं में, സമയത്തിന്റെയും ദിശകളുടെയും സീമാഹീൻ, സീമയില്ലാത്ത ഇടവഴികളിലൂടെ അനന്തകാലമായിട്ട് അനന്തമായിട്ടുള്ള ദിശകളില് തുമ്ഹാരെ സാത്ത് സാത്ത് ചൽത്തി ചലി ആ രഹി ഹൂ, ചൽത്തി ചലി ജാവുങ്കി, നിന്നോടൊപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നു, ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. इस यात्रा का आदि ना तो तुम्हें स्मरण है ना मुझे, और अंत तो इस यात्रा का है ही नहीं मेरे सहयात्री. ഈ ഒരു യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് നിനക്കും ഓർമ്മയില്ല, എനിക്കും ഓർമ്മയില്ല. അതുപോലെ ഈ യാത്രയ്ക്ക് ഒരു അന്ത്യവും ഇല്ല എന്റെ സഹയാത്രി. पर तुम इतने निठुर हो और इतने आतुर कि तुमने चाहा है कि मैं इसी जन्म में, इसी थोड़ी सी अवधि में जन्म जन्मांतर की സമസ്ത യാത്രയെ ഫിർ സെ ദൊഹ്റാലു. പക്ഷെ നീ ഒരു നിഷ്ഠുരനായിട്ടുള്ള, ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തിയാണ്. എന്തെന്നാൽ തുമ്നെ ചാഹ, നീ ആഗ്രഹിച്ചു, കി മേ ഇസി ജന്മമേ, ഈ ജന്മത്തിൽ തന്നെ ഞാൻ, ഇസി തോടി സി അവധിമേ, ഇത്രയും ചെറിയ ഒരു കാലയളവിൽ, ജന്മ ജന്മാന്തർ കി സമസ്ത യാത്രയെ ഫിർ സെ ദൊഹ്റാലു, ജന്മ ജന്മാന്തരമായിട്ടുള്ള എല്ലാ യാത്രകളും ഫിർ സെ ദൊഹ്റാലു. ദൊഹ്റാനാന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെറിയ കാലഘട്ടത്തിൽ ആ ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള എല്ലാ യാത്രകളും ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് നീ ആഗ്രഹിച്ചത് ഒരു ക്രൂരമായിട്ടുള്ള കാര്യമാണ് എന്ന് രാധ പറയാണ്. और इसीलिए संबंधों की इस घुमावदार पगडंडी पर क्षण क्षण पर तुम्हारे साथ मुझे इतने आकस्मिक मोड़ लेने पड़े हैं कि मैं बिल्कुल भूल गई हूँ कि मैं अब कहाँ हूँ. അങ്ങനെ ജന്മജന്മാന്തരമായിട്ടുള്ള ഈ ബന്ധങ്ങളുടെ ഗുമാവ്ദാർ, ഇങ്ങനെ റിവോൾവിംഗ് ആയിട്ടുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഇടവഴികളിലൂടെ
ഓരോ ക്ഷണവും നിന്നോടൊപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുझे ഇത്നെ ആകസ്മിക് മോഡ് ലേനെ പടേ ഹെ, എനിക്ക് ഇത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടേൺസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എവിടെയാണെന്ന് ഞാൻ പൂർണ്ണമായും മറന്നുപോയിരിക്കുന്നു എന്നാണ് രാധ പറയുന്നത്. और तुम मेरे कौन हो और इस निराधार भूमि पर चारों ओर से पूछे जाते हुए प्रश्नों की बौछार से, അതുപോലെ തന്നെ ഞാൻ എവിടെയാണെന്ന് മറന്നു, അതുപോലെ തന്നെ നീ എന്റെ ആരാണെന്ന് ഞാൻ മറന്നു. और इस निराधार भूमि पर चारों ओर से पूछे जाते हुए प्रश्नों की बौछार से, അതുപോലെ തന്നെ ഈ നിരാധാരമായിട്ടുള്ള ഭൂമിയിലെ 4 വശത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു മഴ, അതിൽ നിന്നും ബോച്ചാർ എന്ന് വെച്ചാൽ മഴ എന്നാണ് കേട്ടോ, പെരുമഴ. घबराकर मैंने बार बार तुम्हें शब्दों के ഫൂൽ പാഷ് മേ ജക്കഡ്ന ചാഹാ ഹെ. അങ്ങനെ ഈ 4 പാഠം നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു പെരുമഴയിൽ നിന്നും പേടിച്ചുകൊണ്ട് പലപ്പോഴും തുംഹേ ശബ്ദോ കെ ഫൂൽ പാഷ് മേ, അതായത് വാക്കുകളുടെ ഒരു ഫ്ലവർ ട്രാപ്പില് പലപ്പോഴും നിന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സഖാ ബന്ധു ആരാധ്യ ശിശു ദിവ്യ സഹചർ और अपने को नई വ്യാഖ്യായേ ദേനി ചാഹി. അപ്പൊ ഈ ഒരു യാത്രയിലെ കൃഷ്ണൻ രാധയുടെ സഖാണ്, ബന്ധു, ആരാധ്യ, ശിശു, ദിവ്യ സഹചർ എല്ലാമാണ്. और अपने को नई വ്യാഖ്യായേ ദേനി ചാഹി ഹെ, അതുപോലെ എനിക്ക് രാധയ്ക്കും രാധ ഓരോ വ്യാഖ്യ കൊടുത്തിട്ടുണ്ട്. സഖി, സാധിക, ബാന്ധ്വി, മാ, വധു, സഹചരി, ഇതൊക്കെയാണ് രാധ സ്വയം രാധയെ വിളിക്കുന്നത്. और मैं बार बार नए नए रूपों में उमड़ उमड़ कर तुम्हारे तट तक आई. അതുപോലെ തന്നെ ഞാൻ പുതിയ പുതിയ രൂപങ്ങൾ എടുത്ത് നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. और तुमने हर बार अथाह समुद्र की भांति मुझे धारण कर लिया. അതുപോലെ പലപ്പോഴും നീ എന്നെ അഥാഹ്, അന്ത്യമില്ലാത്ത ഡീപ്പായിട്ടുള്ള ഈ ഒരു സമുദ്രത്തെ പോലെ എന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്, എന്നെ ധാരണം ചെയ്തിട്ടുമുണ്ട്. വിലീൻ കർ ലിയാ ഹെ ഫിർ ബി അകുൽ ബനെ രഹേ മേരെ സാവ്ലെ സമുദ്ര തും ആഖിർ ഹോ മേരെ കോൻ മേ ഇസെ കബി മാപ് ക്യോ നഹി പാത്തി. അങ്ങനെ എന്നെ വിലീനമാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ നിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നീ എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്നെ ധാരണം ചെയ്തിട്ടുണ്ട്. മേരെ സാവ്ലെ സമുദ്ര, എൻ്റെ കറുത്ത സമുദ്രമേ, തും ആഖിർ ഹോ മേരെ കോൻ, നീ ശരിക്കും എൻ്റെ ആരാണ്. മേ ഇസെ കബി മാപ് ക്യോ നഹി പാത്തി, അത് എനിക്ക് എന്തുകൊണ്ടാണ് അളക്കാൻ കഴിയാത്തത്. മാപ്ന അളക്കുക.